ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളോട് പറയത്തില്ലേ അമ്മയെ കാണിക്കുന്നില്ല, ഞങ്ങളുടെ പശുക്കളെ കാണിക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമ്മുടെ അമ്മ പൂർവാധിക ശക്തിയോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയെ പശുക്കളെ നമ്മുടെ വീട്ടുവിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ പശുക്കളെയൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരെയും ഓടിച്ചിട്ട് നമ്മുടെ പശുക്കൂടും ഒത്തിരി ദിവസമായില്ലേ പശുക്കൂടൊക്കെ കണ്ടിട്ട്, പശുക്കളെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് കാണാം, അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു വീഡിയോ ആയിരിക്കും, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അമ്മ എന്താ പശുക്കൾക്കൊക്കെ പോച്ച വാരിയിട്ട് കൊടുക്കാൻ വന്ന കേട്ടോ. ഞങ്ങൾ ഒത്തിരി ദിവസം കൂടെ അമ്മ ഇങ്ങോട്ടൊക്കെ കയറുന്നത്. ഇത്രയും ദിവസം ചേട്ടായുടെ സംരക്ഷണതയിലായിരുന്നു ഇവരൊക്കെ. അപ്പം അനുവേട്ടനും അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം പുല്ല് പോയി കണ്ടിച്ചോണ്ട് വന്നില്ലേ, അത് അവർക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ പശുമാമകളെയൊക്കെ കണ്ടോ, ഇങ്ങോട്ട് നോക്കിയടി. അമ്മ ഇവക്ക് ചനയായോ അമ്മേ? ഇവക്ക് ചനയൊക്കെ ആയിട്ടുണ്ട്. അമ്മ ഇവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയമ്മേ. 2-3 മാസത്തോളം ചനയാകുന്നു. അവള് കറവയുണ്ട് കുറേച്ച. പിന്നെ അവളെ എന്റെ ചിട്ടയ്ക്കൊക്കെ നിക്കുന്നവളാ. അവളെ ഈ പ്രാവശ്യം ചന നിറയ്ക്കുമ്പോ കൊടുക്കാനുള്ള, ഈ പ്രാവശ്യം അവളെ മാത്രമല്ല ചന നിറച്ച് ഓരോന്നിനെ നമ്മൾ ഇവിടുന്ന് കൊടുക്കും. അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ചന നിറച്ച് ഓരോരുത്തരായിട്ട് കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. കൊടുക്കണമെന്ന് എനിക്ക് പ്ലാനുണ്ട്. അവളിപ്പം പ്രായമൊക്കെ ആയി വരുമല്ലയോ, അതുകൊണ്ട് ബാക്കി ആരെയും കൊടുക്കാനപ്പോ പ്ലാൻ ഇല്ല. ബാക്കി കിടാവ് അടുത്ത ആള് ചനയാകാണ്ടെന്ന് തോന്നുന്നു. 2 കിടാക്കളെ ഒരു കിടാവിനെ കുത്തി വെക്കാണ്ടതാ. എനിക്ക് വയ്യാഞ്ഞത് കൊണ്ട് ഇപ്പൊ ശ്രദ്ധിക്കാഞ്ഞോണ്ടൊന്നും കാണുന്നു എടുക്കുന്നു ഒന്നുമില്ല. കണ്ടോ, നിങ്ങളൊക്കെ ഇങ്ങനെ അത് എടുത്തോട്ടി പോയാണ്ടോ, പശുവിനെ കെട്ടിപ്പിടിച്ച് അതിനെ സ്നേഹിക്കുന്നുണ്ടോ, അതിന്റെ ദേഹത്തെല്ലാം തപ്പിപ്പറക്കം. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും മുട്ടയോ വല്ലതും ഒക്കെ ഉണ്ടോ, ഈ തപ്പ് കേട്ടോ. ഇതുങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ അടുത്ത് നിന്ന് ഇതുങ്ങളെ തപ്പി തലോടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാവരെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ എല്ലാവരെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല ദാ ഇങ്ങനെ സ്നേഹത്തോടെ തപ്പിത്തലോടി നിൽക്കാനൊന്നും അല്ലേ. ചിലരാന്ന് അടുത്ത് പോലും ചെല്ലത്തില്ല, ദൂരെ നിന്നിങ്ങനെ എല്ലാം ദാവത്തേ ഉള്ളൂ. അമ്മ അവരെ അത്രയ്ക്ക് സ്നേഹിച്ചാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് 2 ആഴ്ച അമ്മ കിടപ്പായി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവരുടെയൊക്കെ ഒന്ന് സ്നേഹം കാണണ്ടായിരുന്നല്ലേ ഇവ. പിന്നെ അപ്പൊ നമുക്ക് അടുത്ത ആളെ പോയി കാണാം. ചേട്ടായുടെ 1 മാസത്തെ സംരക്ഷണതയിൽ പുള്ളിക്കാരത്തി ഇതാ വലിയ കിടാവായി മാറി. കൊഞ്ചൊരു കിടാവായിരുന്നു. കാരണം അമ്മ കറക്കുന്ന പോലെ അല്ല, ചേട്ടായി കറന്നിട്ട് പാലൊക്കെ കിട്ടി അവള് പാല് കുടിച്ച് അവള് മുട്ടനൊരു കിടാവായിട്ട് മാറിയിട്ടുണ്ട്. അമ്മയുടെ സ്വന്തം പ്രിപ്പറേഷനിലുള്ള മൊഹാറയാ, നിങ്ങൾ കണ്ടോ? അവളെ ഞാൻ ഇപ്പൊ പിടിക്കുന്നത്. ഇപ്പൊ പിടിച്ചാ വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നുണ്ട്. മറ്റേതുണ്ടാ അതുണ്ടേ. ഞങ്ങൾക്ക് ഇപ്പൊ 2 പുള്ളിക്കിടാക്കളുണ്ട് ഞങ്ങളുടെ കൂട്ടിൽ കണ്ടോ. അവളെ കൂട്ടത്തിൽ വിടാറായതാണ്. അപ്പം ഇനിയും വിടണം. ഒരു തവണ മതിലക്ഷണം കാണിച്ചതല്ലേ മേ? ആ, എല്ലാരും എന്റെ നാരായണി തിരക്കത്തില്ലേ, ഇതേ നിൽക്കുന്ന നാരായണി. അപ്പം ഇവരുടെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു. എന്താ അമ്മേ, അതിനെ എന്താ അമ്മ ഇത് ചെയ്യാഞ്ഞത്, കൂട്ടത്തിൽ വിടാഞ്ഞത്? വലിയ കിടാവിന് അലച്ചിട്ട് എന്താ കൂട്ടത്തിൽ വിടാൻ? വയ്യാതായി ഒരു ദിവസം കണ്ടതിന്റെ അന്ന് രാത്രി എനിക്ക് വയ്യാതായി. ഇനിയിപ്പോ അത് അലയ്ക്കുമ്പോ വിടണം അല്ലേ? അമ്മ ഇത് മതിലക്ഷണം എങ്ങനെയാണ് അമ്മ മനസ്സിലാക്കുന്നത്? കൊച്ചു കിടാക്കളൊക്കെ ആവുമ്പോ എങ്ങനെ കഴുക്ക് പോകുന്നത് കാണും. അപ്പൊ അതനുസരിച്ച് അലയ്ക്കുമായിരിക്കും. ഇത് അലയ്ക്കുന്ന ഈയിടെ 1-2 ദിവസമൊക്കെ അലയ്ക്കുന്ന കേട്ടി. ഇനി ഇവരെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിനാന്നോ എന്തോ അറിയത്തില്ല, ഇനിയും ശ്രദ്ധിക്കണം. അമ്മ ഞാൻ ചോദിച്ചിട്ട്, ഈ കിടാക്കൾ എത്ര മാസം ആകുമ്പോഴേ ഇതുങ്ങളെ കൂട്ടത്തിൽ വിടുന്നത്? ഇപ്പോഴത്തെ ഒക്കെ 14 മാസം ആകുമ്പോൾ തൊട്ട് മതിലക്ഷണം കാണിക്കും. അപ്പൊ നല്ല 2 വയസ്സായിട്ടേ വിടാവൂ എന്നൊക്കെ പറയും. ഇവള് 1.5 വയസ്സ് കഴിഞ്ഞു. 14 മാസമാകുമ്പോ നമുക്കൊരു കിടാക്കുട്ടിയെ കൂട്ടത്തിൽ വിടത്തൊക്കെ പരുവാകും അല്ലേ? മതിലക്ഷണം കാണിക്കുന്ന അന്വേഷിച്ചാല് കേട്ടോ. ചാണകമൊക്കെ പിടിച്ച് നിൽക്കും ആള്. കൂട്ടിന്ന് വെളിയിൽ അങ്ങനെ ഇറക്കുന്നില്ല, അതുകൊണ്ടാ. എന്നാലും അമ്മേനെ 1-2 ദിവസം കൂടുമ്പോ ഇറക്കി കുളിപ്പിക്കും. അപ്പോൾ നമുക്ക് അമ്മയോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എത്ര മാസമാകുമ്പോഴാണ് നമ്മുടെ കിടാക്കളെ കുത്തി വെക്കുന്നതെന്നും അമ്മ അവിടെ കടയിൽ ആൾ വന്നതെന്ന് പറഞ്ഞ് തിരക്കിട്ടേക്ക് പോകുന്നു. നമുക്കതൊക്കെ ഒന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ.
അമ്മേ ഇന്ന് ഒരു പൈക്കിടാവ് ഉണ്ടായാൽ അന്ന് എത്ര മാസം കഴിയുമ്പോഴായിരിക്കും മതിലക്ഷണം കാണിക്കുന്നതും അതിനെ കുത്തി വെക്കേണ്ടതും ഒക്കെ എത്ര? നല്ലപോലെ അന്വേഷിക്കുന്ന കിടാവും ഒക്കെ ആണെങ്കിൽ 14 മാസം ആകുമ്പോൾ മതി കാണിക്കും. ഇച്ചിരി ഉറക്കെ 14 കുത്തി വെക്കരുതെന്ന് പറയും. 16 മാസം ആകുമ്പോഴത്തേക്ക് കുത്തി വെച്ചാലേ പാലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പാല് കുറവാന്നൊക്കെയാ നേരത്തെ ഉള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ ഈ മതിലക്ഷണം കാണിക്കാതൊക്കെ കിടാക്കൾ നിന്നാൽ എന്ത് ചെയ്യണം? നിന്നാ എന്ത് ചെയ്യണം? ആരോഗ്യത്തിനുള്ള മുട്ടയോ പിന്നെ മീൻ നെയ്യോ ഒക്കെ കൊടുക്കണം. അതെങ്ങനെ ഡെയിലി കൊടുക്കണോ മുട്ടയും മീൻ നെയ്യും ഒക്കെ? ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ കൊടുത്താൽ മതി. അത് മതിലക്ഷണം കാണിച്ചു തുടങ്ങും. പറയാം അവരുടെ വിശേഷങ്ങളൊക്കെ വിശദമായിട്ട് പറ, ഞാൻ ചോദിക്കുന്നതിനേക്കായാലും. വിശദമായിട്ട് എന്താ അവരെ രാവിലെ അവരെ കുളിപ്പിച്ച് അവനെ 7 മണിയാകുമ്പോഴത്തേക്ക് വലിയ മോൻ കൊണ്ട് കെട്ടും. 12 മണിയാകുമ്പം തിരിച്ചു കൊണ്ടുവരും 2 പേരെ. വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഒരാൾ തിരിച്ചു വരും, ഒരാളെ അഴിച്ചോണ്ട് വരും. പിന്നെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ പോച്ചയോ വല്ലോ ശകലം കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മണിയാകുമ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് കറക്കും 2 പേര്. കറന്നു കഴിഞ്ഞ് വീണ്ടും അവർക്ക് പിണ്ണാക്കും എല്ലാം കൊടുത്ത് തീറ്റിയെല്ലാം കൊടുത്ത് അവരെ അവിടെ ഇട്ടിരിക്കും. ഇപ്പോൾ പിന്നെ ഇതെടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഞാൻ 5-6 പോച്ച ഇട്ട് കൊടുത്തത്. അവരുടെ തീറ്റിയെല്ലാം ഇന്നത്തെ കഴിഞ്ഞതാ. ഇനി നാളെ രാവിലെ അവർക്ക് കൊടുക്കത്തുള്ളൂ. അല്ല എപ്പോഴും ഒന്നും എരുത്തിലി പോവുകയും വരികയോ ഒന്നും ചെയ്യത്തില്ല. പശുവിനെ വളർത്തുന്നോട്ടെന്ന് പറഞ്ഞ് 24 മണിക്കൂർ എരുത്തിലി പോയിരിക്കുന്ന പരിപാടി ഒന്നും ഞങ്ങളുടെ അമ്മയ്ക്കില്ല കേട്ടോ. അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ടൈമിങ്ങിൽ അമ്മ എല്ലാം ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ 5:30-6 മണിയായേ ഞാൻ അങ്ങോട്ട് കയറി പോകും. അത്രയ്ക്ക് കൃത്യനിഷ്ഠയോടാണ് അമ്മ പശുക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത്. രാത്രി എന്തെങ്കിലും ഗർഭിണി പശുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കയറി പോവോ, വയ്യാഴിയോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ കയറി പോവൂ, അല്ലാതെ ഞാൻ പോകത്തില്ല. അപ്പൊ ഇങ്ങനെയും പശുക്കളെ വളർത്താം കേട്ടോ. എല്ലാരും പറയരുത് 24 മണിക്കൂർ പശു ഉണ്ടേ ജോലിയാന്ന്. ഞങ്ങളുടെ അമ്മയെ അപേക്ഷിച്ച് നോക്കി അമ്മയ്ക്ക് ഇതൊരു ജോലിയല്ല. ജോലിയുണ്ടോ അമ്മേ? എനിക്കൊരു നേരം പോക്ക് പോലെന്നേ ഉള്ള, അല്ലാതെ വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല. കഷ്ടപ്പാട് തോന്നാത്തത് ഇവരോടെല്ലാം സഹായിക്കുന്നത് കൊണ്ട്. പശുവിനെ കറന്ന് വെച്ച് പാല് അവർ കൊണ്ടു കൊടുക്കും. പിന്നെ വലിയ മോനോടെ സഹായിക്കും. പിണ്ണാക്ക് കൊണ്ടുവന്ന് അവനൂടെ പകർന്നത് കൊടുവെക്കും. പോച്ച വാരിക്കൊണ്ട് ഇട്ട് കൊടുക്കും. പിന്നെ കൊച്ചുമോനൂടെ വരും ചിലപ്പോൾ പോച്ച ഇറക്കാൻ. അപ്പോൾ പോച്ച കൊണ്ടുവന്നാലും വാരിക്കൊണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ അവരൂടെ സഹായിക്കുന്നത് കൊണ്ട് വലിയ ജോലിപ്പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.